ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചെയ്യുന്ന ഒരു ഇറ്റാലിയൻ ഡിഷാണ് പാസ്ത അൽ ഫോർണോ. സിസിലിയൻ സ്പെഷ്യലാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊരു സവോള വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ഇറച്ചി മിക്സിയിലിട്ട് അടിച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് കുക്കിംഗ് വൈൻ. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടി ആവശ്യമുള്ളത്. അടി നല്ല കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ നോർമൽ ഓയിലും കുഴപ്പമില്ല, ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വരണ്ട ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടാ, ഒരു 5 മിനിറ്റ്. നമുക്ക് ക്യാരറ്റിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്യാരറ്റും ആഡ് ചെയ്തു. അതും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് വരണ്ടാൽ മതി, നമുക്ക് ശരിക്കും കിടന്ന് വേവാനുള്ളതാണ്. നമുക്ക് ഗ്രീൻ പീസ് ഇപ്പോൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്താലും മതി. ഞാൻ ഗ്രീൻ പീസിൻ്റെ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതാ നമ്മുടെ ഇറച്ചി എടുത്ത് വെച്ചിട്ടില്ലേ, നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചത്. അത് ഇറച്ചി എനിക്കിവിടെ മേടിക്കാൻ കിട്ടും, അത് ഇറച്ചി. അതുകൊണ്ടാണ് ഞാൻ അതേപോലത്തെ മേടിച്ചത്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഒരു 250 ഗ്രാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനകത്തേക്ക് നമ്മളെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വൈൻ ഉണ്ടല്ലോ, കുക്കിംഗ് വൈൻ, അത് ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് അതും അതിനകത്തൊന്ന് കിടന്ന് ഒരു 5 മിനിറ്റ് അതിനകത്തൊന്ന് കിടന്ന് വേവണം. ആ വൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നവരെ. ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നമ്മളിത് ലാസ്റ്റ് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ആ വെളുത്തുള്ളി എടുത്ത് മാറ്റണം. വെളുത്തുള്ളി നമ്മൾ ഉപയോഗിക്കില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി സോസ്, ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 1.5 ലിറ്റർ 2 ലിറ്റർ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അത് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ അതിനകത്തേക്ക് നമ്മളെ ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഗ്രീൻ പീസ് അല്ല, പച്ചയാണ് ആഡ് ചെയ്യുന്നത്. അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സാധനം നമുക്ക് 2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇരുന്ന് പതുക്കെ ഇരുന്ന് വേവണം. 2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് അതിനകത്ത് നമുക്ക് കിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നല്ല വെള്ളം വറ്റി ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട്. അത് നമുക്കിനി ഇത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. ഒരു വഴുതനങ്ങ എടുക്കണം. ആ ഒരു വഴുതനങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് കഴുകിയിട്ട് ഇത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ 1/2 മണിക്കൂർ ഉപ്പിട്ടിട്ട് വെയിറ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിത് ഇത് അനല്ലിയത്തി എന്ന് പറയും. അതായത് നമ്മുടെ റിങ് പോലത്തെ പാസ്തയാണെന്ന് ഉപയോഗിക്കുന്നത്. ഇത് മെയിനായിട്ട് പാസ്ത അൽ ഫോർണോയിൽ വെക്കണം. അതായത് ഓവനിൽ വെക്കണം പാസ്തയ്ക്ക് ഉണ്ടാക്കാനായിട്ടാണ്. സിസിലിയൻ സ്പെഷ്യലാണ് ഈ പാസ്ത. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് പാസ്ത അതിനകത്തേക്ക് ഇടാം. ഈ പാസ്ത ഇവർ ഓവനിൽ വെക്കണ പാസ്തയിൽ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് കുറച്ച് ഹാർഡാണ് ഈ പാസ്ത. നമ്മൾ നോർമലായിട്ട് കഴിക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഫോർണോയിലേക്കാണ് അധികം ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 80% വെന്തതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടോടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 80% ശേഷം നമുക്കിത് ആയിട്ടുണ്ട്. നമ്മളത് ഊറ്റിയെടുത്തു. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എടുത്തിരിക്കുന്ന വഴുതനങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ആ വഴുതനങ്ങ കഴുകി ഉപ്പെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ ലസാനിയയിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ. അപ്പോൾ നമുക്കിത് മൊത്തം വറുത്തെടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇതാ നമ്മുടെ വഴുതനങ്ങ, അതായത് മിലൻസാന എന്ന് പറയും ഇറ്റാലിയൻ്റെ, അതും നമുക്ക് വറുത്തെടുത്തിട്ട് ബാക്കിയുള്ളതും മൊത്തം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം. അതായത് പാസ്ത അൽ ഫോർണോ ഉണ്ടാക്കാനായിട്ടുള്ളത്. അതായത് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ. നമ്മൾ വഴുതനങ്ങ വറുത്തെടുത്തിട്ടുണ്ടല്ലോ, അത് വേണം. പിന്നെ കുറച്ച് ചീസ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചീസിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ച്. അതൊക്കെ എല്ലാം ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മൊസറല്ല ചീസ് ഉണ്ട്. മൊസറല്ല ചീസ് ഞാനത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ മോർത്തദെല്ല, അത് ഇവിടെ കിട്ടുന്നതാണ്, ഇറ്റലിയിൽ കിട്ടുന്നതാണ്. നാട്ടിൽ കിട്ടില്ലെങ്കിലും അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മോർത്തദെല്ല എടുത്തിട്ടുണ്ട് ഒരു 100 ഗ്രാം. ഇതെല്ലാം കൂടി എടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയത് ചെറിയ കഷ്ണങ്ങളായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്തിട്ടില്ല, കാരണം നല്ല കലോറി ഉള്ളതുകൊണ്ട്.
ഇനി ഇതാ നമ്മുടെ പാസ്ത ഒരു വലിയൊരു പാത്രത്തിലേക്ക് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. കാരണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ബൗളിലേക്ക് നമ്മുടെ പാസ്ത എടുത്തിട്ടു. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ സോസ് ഉണ്ടല്ലോ, തക്കാളി സോസ്, ഇവിടെ പറയുന്നത് സാൽസ ദി റെഗു, നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ തക്കാളിയും ക്യാരറ്റും സവോളയും ഗ്രീൻ പീസും എല്ലാം കൂടിയിട്ടുള്ളത് കുറച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു രണ്ട് കയ്യിൽ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അത് കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടം പോലെയാണ്, കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ എടുത്ത് വെച്ചിരിക്കുന്നതിൽ പകുതി ആഡ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് പകുതി സെറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ മൊസറല്ല ചീസും പകുതി ഇട്ട് കൊടുത്തു. ഒരു 3 ഞാൻ എടുത്തിരുന്നത്, അതിൻ്റെ 1.5 ഇട്ട് കൊടുത്തു. നമ്മുടെ വഴുതനങ്ങ വറുത്തത് മൊത്തം ഇതിനകത്തേക്ക് ആഡ് ചെയ്തു, പകുതി എടുത്തില്ല, മൊത്തം ആഡ് ചെയ്തു. ഇനി കുറച്ചും കൂടി നമ്മുടെ സോസ് ഒഴിച്ചിട്ട്, സാൽസ സോസ് ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യണം, എല്ലാ സ്ഥലത്തേക്കും പിടിക്കണം. അതിനുശേഷം നമുക്കൊരു ഫോർണോയിൽ, അതായത് നമ്മുടെ ഓവനിൽ വെക്കാനുള്ള ഒരു ട്രേ എടുക്കുക. ആ ട്രേ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മാറ്റാം. ആ ട്രേയിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാനപ്പൊടി താഴെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിച്ച പൊടി നമ്മൾ താഴെ ഇട്ട് കൊടുക്കണം. അത് അതിനകത്തേക്ക് കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഗു, അതായത് നമ്മുടെ സാൽസ കുറച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക, തക്കാളിയുടെ സോസ് കൊണ്ടുണ്ടാക്കിയത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാസ്ത നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ പാസ്തയുടെ പകുതി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ മൊസറല്ല ചീസ് ബാക്കി വെച്ചത്, അതായത് 1.5 പീസിൻ്റെ ബാക്കി വന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ഫോർമാജി, അതായത് നമ്മുടെ ചീസും ചെറിയ കഷ്ണങ്ങളായിട്ട് അതിന് ബാക്കി ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ മൊർത്തദല്ല ഉണ്ടല്ലോ, മൊർത്തദല്ല ഒപ്പം ആഡ് ചെയ്തു. നമുക്ക് അതിന് പകരമായിട്ട് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് മുട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് പുഴുങ്ങി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല, ഭയങ്കര കലോറി ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ഇട്ടിട്ടില്ല, അത് ആഡ് ചെയ്തില്ല. പിന്നെ നമുക്കിത് വീണ്ടും അതേപോലെ തന്നെ പാസ്ത അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ബൗളിലേക്ക് കറക്റ്റ് ഉണ്ടായിരുന്നുള്ളത്, കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റായിരുന്നു ഒരു ബൗളിൽ. നമുക്കിനി അത് എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി നല്ലോണം അമർത്തി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ അമന്ന് ഇരിക്കണം. ഫോർണോയിൽ വയ്ക്കുമ്പോൾ കറക്റ്റായിരിക്കും ഈ സാധനം. നല്ലോണം സെറ്റ് ചെയ്ത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ റെഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ തക്കാളിയുടെ സോസ് ഉണ്ടാക്കി വെച്ചത്, അത് കുറച്ചുകൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്ര മാതിരി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ചീസിൻ്റെ പൗഡർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചീസ് പൊടിച്ചത്, അത് നല്ലോണം ഇട്ട് കൊടുക്കുക. ഒട്ടും പിശുക്കത്തരം കാണിക്കണ്ട, കുറച്ചധികം ഇട്ട് കൊടുത്തോളണം നല്ലോണം. ഇത് നല്ല കലോറിയുള്ള ഫുഡാട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാം ചീസും മൊസറല്ലയാണ്, മൊസറല്ലയും ഫോർമാജിയും ചീസുമാണ് മൊത്തം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫോർണോയിൽ വയ്ക്കേണ്ട പരിപാടിയുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഫോർണോ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കണം. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തു. നമുക്കിനി ഫോർണോയിൽ വയ്ക്കാനുള്ള പരിപാടി നോക്കാം. ഫോർണോയിൽ വെച്ചേക്കുന്നത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചാൽ മതി. നമ്മുടെ പാസ്ത അൽ ഫോർണോ സിസിലിയാനോ റെഡിയാകും. ഫോർണോയിൽ വെച്ചു, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഞാൻ പതുക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. അധികം ഞാൻ കൂടുതലേറെ ഫോർണോയിൽ വെക്കില്ല, കാരണം ഫോർണോയിൽ വെക്കുന്നതോടെ നമുക്ക് ഭയങ്കര കട്ടിയായി മാറും മുകളിൽ. ഇതിപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് കുക്കാണ്. നമ്മുടെ മൊസറല്ല ചീസും എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഷോൾഡർ ചെയ്തിട്ടുണ്ട്, അതായത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മേലെ നമ്മൾ ഇട്ടായിരുന്ന ചീസിൻ്റെ പൗഡർ മൊത്തം അതിനകത്തേക്ക് ഇറങ്ങി, അതേപോലെ തന്നെ ആ റെഗും മൊത്തം അതിനകത്തേക്ക് ഇറങ്ങി. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. നമ്മളെ മറ്റേ എന്താ പറയുക, ലസാനിയൊക്കെ പോലെ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല, കാരണം ഇത് അനലീനിയാണ്, റൗണ്ടിൽ ഇരിക്കുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫെസ്റ്റിവലിന്, അതായത് ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം ഇവർ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ആയിട്ടാണ്. ഇനി അതേ പുതിയ ഡിഷസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു ദിവസം. നിങ്ങൾ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.